ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെബിസ്ഡഗ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറയണേ. പിന്നെ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ അൺലിമിറ്റഡ് ട്രിക്കാണെന്ന് പറയാൻ പോകുന്നത്. അതായത് ഷാർക്കേഡ് എന്ന ആപ്ലിക്കേഷൻ്റെ ഒരു അൺലിമിറ്റഡ് ട്രിക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു പുതിയ വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇതിൻ്റെ ഫയൽ ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഫയൽ മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഒന്നുകൂടി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ട്രിക്കും ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും അന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടാണെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ ഫയൽ ഒന്നായിട്ട് ഞാൻ ഫോർമാറ്റ് ചെയ്തപ്പോൾ ഫയലടക്കം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ അൺലിമിറ്റഡ് ട്രിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ ജസ്റ്റ് ഓളൊന്ന് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് സ്പോട്ടിൽ ലഭിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ ഷാർക്കേഡ് എന്ന ആപ്ലിക്കേഷൻ്റെ ട്രിക്കിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മൾ ഷാർക്കേഡ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻ്റർവൈസ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഷാർക്കേഡ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർവൈസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മളിവിടെ അഗ്രിയെ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അഗ്രിയെ കണ്ടിന്യൂ എന്ന് കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പേജ് കിട്ടും. അവിടെ നെക്സ്റ്റ് എന്ന് കാണുന്നത് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മളൊരു മൊബൈൽ നമ്പർ ചോദിക്കുന്നതാണ്. അതായത് നമ്മുടെ ഒരു Paytm നമ്പർ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ഒരു OTP സെൻഡ് ആകുന്നുണ്ട്. നമ്മുടെ ഫോണിലോട്ട് 4 OTP സെൻഡ് ആകുന്നുണ്ട്. OTP തെറ്റേ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ OTP വന്നിട്ടുണ്ട്, ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ OTP അടിച്ചു കൊടുത്താൽ ഇതുപോലത്തെ ഒരു പേജ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ബയോ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ മെയിലാണെങ്കിൽ ക്യാരക്ടർ മെയിലിൽ നിന്ന് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, മിഡിൽ നെയിം കൊടുക്കുക, പേഴ്സണൽ ഇമെയിൽ ID കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഫുള്ളായിട്ട് ഫില്ലാക്കിയതിന് ശേഷം ബാക്കോട്ട് വരാം. അപ്പോൾ ഞാൻ എല്ലാം ഫില്ലാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് ഇവിടെ ക്യാമറയുടെ ബട്ടൺ കാണാൻ ശരി ക്ലിക്ക് ചെയ്യുക. ക്യാമറയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കണം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്താൽ അതിന് ശേഷം ടിക്ക് ബട്ടൺ കൊടുത്തു. ടിക്ക് ബട്ടൺ കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ടിക്ക് ബട്ടൺ കൊടുക്കുക. ടിക്ക് ബട്ടൺ കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസ് ഓക്കെ നോക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കാം, ജസ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ നമ്മളോട് ഒരു അക്സെപ്റ്റ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് ഓപ്പണായി വരും. ഓപ്പൺ ആയി വന്നിട്ട് നമ്മുടെ അക്കൗണ്ട് റെഡി ആകുന്നതാണ്. നമുക്ക് റെഫറിങ് ട്രിക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ ഈ ഒരു ബോക്സിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. ഒരു ബോക്സിൻ്റെ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ബോക്സ്. ഈ ബോക്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഈ ബോക്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് റെഫർ ആൻഡ് RS11 റെഫറൻസ് എന്ന് കാണാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പാർട്ടിസിപ്പേറ്റ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അടിയിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. മിനിമം റെഡീം എന്ന് പറയുന്ന ഒരു മാത്രമേ ഉള്ളൂ ഈ ആപ്ലിക്കേഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ റെഫർ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പാർട്ടിസിപ്പേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇൻവൈറ്റ് എന്ന ഓപ്ഷൻ കാണാൻ ക്ലിക്ക് ചെയ്യാം. ഇൻവൈറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വാട്സപ്പ് ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു യുണീക്കായിട്ടുള്ള നമ്മുടെ റെഫർ കോഡ് അടങ്ങിയിട്ടുള്ള ഒരു ലിങ്ക് ആയിരിക്കും അത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. റെഫർ കോഡ് അടങ്ങിയിട്ടുള്ള ലിങ്കാണ്. ഇതിൻ്റെ വേറൊരു അക്കൗണ്ടാണ്, അതിൽ വേറെ റെഫർ കോഡാണ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ റെഫർ കോഡ് അടങ്ങിയിട്ടുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ലിങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇനിയാണ് നമുക്ക് അൺലിമിറ്റഡ് ട്രിക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ക്ലോൺ ചെയ്യണം. നമ്മുടെ ഈ ഷാർക്കേഡ് എന്ന ആപ്ലിക്കേഷൻ ആപ്പ് ക്ലോണർ എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ക്ലോൺ ചെയ്യുക. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വാട്സപ്പിലൂടെ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ക്ലോൺ ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ ഷാർക്കേഡ് എന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിയിലോട്ട് പോവുക. അതിലോട്ട് പോയിട്ട് ഇവിടെ പ്രൈവസി ഓപ്ഷൻ കാണുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുക. അടിയിലോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇതിൽ 3 ടിക്ക് ബട്ടൺ കൊടുക്കണം. ഇതിൽ IDMI എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ID ആൻഡ്രോയിഡ് ചേഞ്ച് ചെയ്യുന്നത് ID IMSI എന്ന ചേഞ്ച് ചെയ്യുക. പിന്നെ ഈ വൈഫൈ മാക് അഡ്രസ്സ് എന്നതും ചേഞ്ച് ചെയ്യാം. 4ത്തിലും നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ ക്ലോൺ എന്ന ഈ ടിക്ക് ബട്ടണിൽ ക്ലോൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ അക്കൗണ്ട് ക്ലോൺ ആയതിനു ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാനിത് ക്ലോൺ ചെയ്തിട്ടുണ്ട്. ക്ലോൺ ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ അക്കൗണ്ടിൻ്റെ പാസ്വേഡ്, നമ്മുടെ മെയിൻ അക്കൗണ്ടിൻ്റെ മൊബൈൽ നമ്പർ ഇതിലൊന്ന് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഞാനിതിൽ നമ്മുടെ മെയിൻ അക്കൗണ്ടിൻ്റെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് അതുപോലെ എനിക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ മെയിൻ അക്കൗണ്ടിൻ്റെ മൊബൈൽ നമ്പർ നമ്മൾ ഫസ്റ്റ് സൈനപ്പ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഒന്നും കൂടി ഇതിൽ അടിച്ച് കൊടുത്ത് OTP ഒന്നും കൂടി ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റുള്ള മൊബൈൽ നമ്പർ OTP അടിച്ച് കൊടുത്താൽ നമ്മുടെ അക്കൗണ്ട് ഇതിലും റെഡി ആവുന്നതാണ്. പിന്നെ നമുക്ക് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ നമ്മുടെ മെയിൻ അക്കൗണ്ടിൻ്റെ ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സിൽ പോയി ക്ലിയർ ഡാറ്റ കൊടുക്കും. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം, എന്നാൽ മാത്രമേ ട്രിക്ക് വർക്ക് ആകത്തുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മാത്രമേ ട്രിക്ക് വർക്ക് ആകത്തുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ മാനേജ്മെൻറ്റ് പോയതിന് ശേഷം നിങ്ങൾ ഈ ഇൻസ്റ്റാൾ നമ്മളെ മെയിൻ അക്കൗണ്ട് നമ്മൾ ആക്ട് ചെയ്യാത്ത ആപ്ലിക്കേഷൻ്റെ ക്ലിയർ ഡാറ്റ കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്.
ഇതാണ് എൻ്റെത്. അത് ഞാൻ ക്ലിയർ ഡാറ്റ കൊടുക്കുകയാണ്. ഷാർക്കൈഡ് എന്ന ആപ്ലിക്കേഷൻ്റെ സ്റ്റോറേജ് എടുത്തിട്ട് ഇവിടെ ക്ലിയർ ഡാറ്റ എന്ന ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ക്ലിയർ ഡാറ്റ കൊടുത്തു. ക്ലിയർ ഡാറ്റ കൊടുത്തതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. നമ്മുടെ മെയിൻ അക്കൗണ്ടിൻ്റെ ആപ്ലിക്കേഷൻ മാത്രം ഹാക്ക് ചെയ്തതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടത്. നമ്മുടെ മെയിൻ അക്കൗണ്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ആക്കിയ ആപ്ലിക്കേഷൻ മാത്രം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ വാട്സപ്പിലോട്ട് പോവുക. നമ്മുടെ യൂണീക്കായിട്ടുള്ള ലിങ്ക് ഷെയർ ചെയ്തിട്ടുള്ള ആ പേജിലോട്ട് പോവുക. നമ്മുടെ വാട്സപ്പിലോട്ട് നമ്പറിലോട്ട് ഷെയർ ചെയ്തിട്ടുള്ള ആ ലിങ്ക് നമ്മളൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ആ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു ബ്രൗസർ ചൂസ് ചെയ്യാൻ പറയും. നമ്മളിപ്പോൾ ഞാൻ ക്രോം ബ്രൗസറാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണം ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മളതിന് ലോഡായി വരുന്നതാണ്. ലോഡ് വരുന്നത് നേരെ പ്ലേ സ്റ്റോറിലോട്ട് റീഡായിട്ട് പോകുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. എൻ്റെ മെയിൻ അക്കൗണ്ടിൻ്റെ ലിങ്കാണ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ പേരും എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഫസ്റ്റ് അതിൽ ക്ലിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ യു ആർ റെഫറഡ് ബൈ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടോ, ആയി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഇവിടെ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒന്നും കൂടി ഇൻസ്റ്റാൾ ആകുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മെയിൻ അക്കൗണ്ടും കാര്യങ്ങളും കൊടുക്കുക. വീണ്ടും നിങ്ങൾ റെഫർ ചെയ്ത ലിങ്ക് വാട്സപ്പിലൂടെ ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലായിരിക്കും ഇവിടെ, എൻ്റെ പ്രൊഫൈലിൻ്റെ പകരം ഇവിടെ നിങ്ങളുടെ പേരും പ്രൊഫൈലും ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹാക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഓരോ നമ്പറിന് വെച്ച് നമുക്ക് പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓരോ റഫറിനും 5 രൂപ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ഫ്രണ്ട് മറ്റേ ആരെങ്കിലും റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 രൂപയും കിട്ടും. അങ്ങനെ നമുക്ക് അൺലിമിറ്റഡ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു തരാം. ഞാനിപ്പോൾ നിങ്ങളെ റെഫർ ചെയ്യുമ്പോൾ എനിക്ക് 5 രൂപ കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 രൂപയും എനിക്ക് 6 രൂപയും കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ആപ്ലിക്കേഷനാണ്. നല്ല മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി വരുന്നുണ്ട്. ഇൻസ്റ്റാളായി വരുന്നതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഒന്ന് വെയിറ്റ് ചെയ്യാം. പനി കാരണം സൗണ്ട് അത്ര എടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ മാക്സിമം സൗണ്ടിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ ഇതൊരു ക്ലിയർ ആക്കി വിടാം. അതായത് ഇന്ന് എനിക്ക് അത്ര സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല, തൊണ്ടവേദന ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അത്യാവശ്യത്തിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങളിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകുന്നുണ്ടെന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം തന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ നിന്ന് കൊടുക്കുക. നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് നേരെ ഓപ്പൺ എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് പെർമിഷൻ ചോദിക്കുക. ശേഷം അലോ ഒന്ന് കൊടുക്കുക. അലോ ഒന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ഓക്കെ എന്ന് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ എന്തൊരു നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് റഫർ. നമ്മളെ റഫറിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ. ഇതില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് റഫർ ബോണസ് കിട്ടത്തില്ല. അതായത് നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിലോട്ട് പൈസ ആഡ് ആകത്തില്ല. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ റഫറിൻ്റെ ഇൻവൈറ്റിൻ്റെ ചിഹ്നം ഇവിടെ കാണാൻ സാധിക്കും. യു ആർ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരും നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും. ആ പ്രൊഫൈൽ ഫോട്ടോയും പേരും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ബാക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ബാക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ക്ലിയർ ഡാറ്റ കൊടുക്കുക. ക്ലിയർ ഡാറ്റ കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ അതായത് നമ്മുടെ ക്രോം ബ്രൗസറിലോട്ട് പോകും. ക്രോം ബ്രൗസറിലോട്ട് പോയതിന് ശേഷം ക്ലിക്ക് എന്ന് കൊടുക്കുക. ക്ലിക്ക് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒന്നും കൂടി പ്ലേ സ്റ്റോറിലോട്ട് പോയതിന് ശേഷം ഓപ്പൺ എന്ന് കൊടുക്കുക. ഓപ്പൺ എന്ന് കൊടുത്താൽ നമുക്ക് ഇത് വരുന്നതാണ്. നമ്മൾ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുത്തു. വീണ്ടും നെക്സ്റ്റ് എന്ന് കൊടുത്തു. നെക്സ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് എന്ന് കൊടുത്താൽ നമ്മുടെ പ്രൊഫൈൽ ഇവിടെ വരുന്നുണ്ടാവും. വന്നിട്ടില്ലെങ്കിൽ നമുക്ക് റഫറൽ ബോണസ് ആഡ് ആകത്തില്ല. അപ്പോൾ നിങ്ങൾ ട്രിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഐക്കൺ ഇവിടെ വരാൻ വേണ്ടി ശ്രമിക്കുക. വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ റഫറൽ ബോണസ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ ഒന്ന് ക്ലിയർ ഡാറ്റ കൊടുത്തതിന് ശേഷം വീണ്ടും വാട്സപ്പിൽ പോയത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടി ഇതുപോലെ വന്നാൽ മതി. അപ്പോൾ നിങ്ങളുടെ റഫറലിൻ്റെ പേരും നിങ്ങളുടെ ഫോട്ടോയും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത ഈ ആപ്ലിക്കേഷനിലോട്ട് രജിസ്റ്റർ ചെയ്യാത്ത നമ്പർ കൊടുക്കുക. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടെയോ മറ്റേതെങ്കിലും നമ്പർ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ വാറ്റ് നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ നമ്പർ കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു. ഇവിടെ പെർമിഷൻ ജസ്റ്റ് അലോന്ന് കൊടുക്കുക. അലോന്ന് കൊടുത്ത് ഇവിടെ നമ്മുടെ ഒരു സെറ്റിങ്സ് പോയി പെർമിഷൻ ഓണാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ അവർ OTP അടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പെർമിഷൻ ഓണാക്കി കൊടുത്തു. അപ്പോൾ ഒരു OTP വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 5135 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 5135 എന്ന് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് റെഡി ആയിട്ടെന്ന് അവർ പറയുന്നത്. നമ്മുടെ അക്കൗണ്ട് റെഡി ആയി. പിന്നെ നമ്മുടെ മറ്റേ ബയോ ഒക്കെ ഫുൾ ചെയ്ത് കൊടുക്കുക. ബയോ ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് റഫർ ബോണസ് ആഡ് ആകുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ അക്കൗണ്ട് അതായത് നമ്മുടെ ഹാക്ക് ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഹാക്ക് ചെയ്ത ആപ്പ് ക്ലോണർ വെച്ച് ഹാക്ക് ചെയ്ത ആപ്ലിക്കേഷനിലോട്ട് പൈസ ആഡ് ആയിട്ടുണ്ടാവും. നമ്മുടെ ഈ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ നമ്മുടെ എന്താ വെച്ചാൽ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ റഫർ ബോണസിൻ്റെ ഇവിടെ സ്റ്റാറ്റസിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഇതൊക്കെ ഞാൻ ഹാക്ക് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഷെബീസ് ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഹാക്ക് ചെയ്തതാണ് 5 രൂപ. ആ 5 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഹാക്ക് ചെയ്തിട്ട് ഒരുപാട് കാലമായി. ഞാൻ 11-ാം മാസം
ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിരുന്നു ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു മാസം മുമ്പ് തന്നെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ടാക്കിയതാണ് ഇതൊക്കെ. അപ്പോൾ ആ വീഡിയോ പോയത് കാരണമാണ് എനിക്ക് ആ ട്രിക്ക് ലൈവായിട്ട് തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ കാണിച്ചു തരാൻ പറ്റാത്തത്. ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എനിക്കൊരു ഡിസംബർ 15 ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 5 രൂപ ആഡഡ് എന്ന് പറഞ്ഞിട്ട് ഷാർക്ക് ആഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഒരാളെ റെഫർ ചെയ്ത് അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഞാൻ ആ വിഡ്രോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് റാക്ക് ആൻഡ് ട്രിക്കിലൂടെ റെഫർ ചെയ്തിട്ട് അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് വിഡ്രോ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അൺലിമിറ്റഡായി നിങ്ങളുടെ വീട്ടിലുള്ള മറ്റ് നമ്പേഴ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നമ്പേഴ്സൊക്കെ നിങ്ങളിങ്ങനെ അൺലിമിറ്റഡായി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ അൺലിമിറ്റഡായി ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ്റെ ക്ലിയർ ഡാറ്റ കൊടുക്കുക. ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് പോയി ക്ലിയർ ഡാറ്റ കൊടുത്തതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മറ്റൊരു നമ്പർ നമ്മളെ റെഫർ ലിങ്ക് വഴി കയറി എന്നിട്ട് മറ്റൊരു നമ്പർ കൊടുക്കുക. അങ്ങനെ അൺലിമിറ്റഡായി ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ മാക്സിമം ഡൗൺലോഡ് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും നിങ്ങളുടെ വീട്ടുകാരുടെ നമ്പർ വെച്ചൊക്കെ നിങ്ങൾ സൈനപ്പ് ചെയ്യാം. അപ്പോൾ 5 രൂപ വെച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇതിൽ നമുക്ക് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സോ ബൈ.